ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. H-1B വിസ നൽകുന്നത് 3 വർഷത്തേക്ക് നിർത്തിവെക്കാൻ അമേരിക്ക തീരുമാനിച്ചു. ഈ വിസയിലാണ് അമേരിക്കൻ കമ്പനികൾ വിദേശങ്ങളിൽ നിന്നും ജോലിക്കാരെ കൊണ്ടുവരുന്നത്. ഇതുമൂലം അമേരിക്കക്കാരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നാണ് ട്രംപിന്റെ വാദം. അമേരിക്കൻ പൗരന്മാർക്ക് നൽകുന്നതിനേക്കാൾ കുറഞ്ഞ വേതനമാണ് വിദേശികളായ ജോലിക്കാർക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഏകദേശം 65,000 വിസകളാണ് ഒരു വർഷം അമേരിക്ക നൽകുന്നത്. ഇതിൽ 70% ലഭിക്കുന്നത് ഇന്ത്യക്കാർക്കാണ്. TCS പോലെയുള്ള സ്ഥാപനങ്ങൾ വഴി 40,000 ഇന്ത്യക്കാരാണ് ഒരു വർഷം അമേരിക്കയിൽ ജോലി തേടുന്നത്. ഈ വിസ നിർത്തലാക്കുന്നതിലൂടെ ഇത്രയും തൊഴിലവസരങ്ങൾ നമുക്ക് നഷ്ടമാകും. ഇപ്പോൾ ഈ വിസയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. നേരത്തെ തന്നെ ഈ വിസയുടെ ഫീസ് ട്രംപ് കുത്തനെ ഉയർത്തിയിരുന്നു. തന്മൂലം ഇത്തരത്തിലുള്ള നിയമനം പല കമ്പനികളും കുറച്ചിട്ടുണ്ട്. ഇന്ത്യ അമേരിക്ക സൗഹൃദത്തെ പ്രകീർത്തിക്കുന്നവർ ട്രംപിൻ്റെ ഇന്ത്യ വിരുദ്ധ നയം കാണാതെ പോകരുത്. ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനായി നിർദ്ദേശിച്ചിരുന്ന 2ാം വട്ട ചർച്ചയും നടന്നില്ല. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിരോധം നീക്കാതെ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നതാണ്. ഇത് അവഗണിച്ച് ചർച്ചയ്ക്കുള്ള തീയതി കുറിച്ചത് അമേരിക്കയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച നടത്താനായിരുന്നു തീരുമാനം. ചർച്ചയ്ക്കായി വൈസ് പ്രസിഡന്റ് പുറപ്പെടാൻ ഒരുങ്ങുന്നു എന്ന് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതാണ്. ചർച്ചയ്ക്കായി ഇറാന്റെ പ്രതിനിധികൾ വരില്ല എന്നുറപ്പായതിനെ തുടർന്നാണ് JD വാൻസ് പാകിസ്ഥാനിലേക്കുള്ള യാത്ര മാറ്റിവെച്ചത്. പാകിസ്ഥാനിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് വീണ്ടും ചർച്ചയ്ക്ക് ഒരുങ്ങിയത്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചർച്ച ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നും അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലെത്തി തങ്ങളുടെ നിലപാട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയും അമേരിക്കയുടെ പ്രതിനിധികളെ കാണാതെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. 2024 വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായത് വലിയ ഒരു പ്രകൃതി ദുരന്തമായിരുന്നു. 400 പേർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. 1500-ലേറെ വീടുകൾ തകർന്നു. ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവ തീവ്രമായ മഴയിൽ ഒലിച്ചുപോയി. വലിയ തോതിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നു. ഏകദേശം 1500 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട 51 കുടുംബങ്ങൾക്ക് പുതുതായി നിർമ്മിച്ച വീടുകൾ കൈമാറിക്കൊണ്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാലോകർക്കൊക്കെ മാതൃകയായി. സർക്കാരിന് പോലും ഇവരോടൊപ്പം എത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ പണികളും പൂർത്തിയാക്കി 3 മുറികളും അനുബന്ധ സൗകര്യങ്ങളുമുള്ള നല്ല വീടാണ് കൈമാറിയത്. ബന്ധും പണിമുടക്കുകളും മാത്രമല്ല, ഇങ്ങനെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും വിജയകരമായി പൂർത്തിയാക്കാനും കഴിയുമെന്ന് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തെളിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റും പല ക്യാബിനറ്റ് അംഗങ്ങളും പങ്കെടുത്ത ഒരു ചടങ്ങ്
പെട്ടെന്നുണ്ടായ വെടിവയ്പ് മൂലം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. സുരക്ഷാ ഭടന്മാർക്കെതിരെ ആക്രമി നിറയൊഴിച്ചുവെങ്കിലും സുരക്ഷാ കവചം ധരിച്ചിരുന്നതുകൊണ്ട് ആർക്കും പരിക്കു പറ്റിയില്ല. വളരെ വേഗം സുരക്ഷാ ഭടന്മാർ ആക്രമിയെ കീഴടക്കിയതുകൊണ്ട് ദുരന്തങ്ങൾ ഒന്നുമുണ്ടായില്ല. വൈറ്റ് ഹൗസ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകർക്ക് സാധാരണ നൽകുന്ന വാർഷിക വിരുന്ന് സൽക്കാരത്തിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം ഒട്ടുമിക്ക ലോക നേതാക്കളും ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തിനെതിരെയുള്ള ആക്രമണം എന്നാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ നേതാക്കന്മാർ പ്രതികരിച്ചത്. തനിക്കെതിരെയാണ് ആക്രമണം എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ആക്രമണയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അത്യാധുനിക സംവിധാനങ്ങളുള്ള അമേരിക്കയുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടായി എന്നത് ഒരു വസ്തുതയാണ്. രണ്ടാം വട്ട ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് കളമൊരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ പ്രതിനിധികളെ കാണാതെ ഇറാൻ വിദേശകാര്യമന്ത്രി ശനിയാഴ്ച നാട്ടിലേക്ക് മടങ്ങിപ്പോയെങ്കിലും പിറ്റേ ദിവസം പാകിസ്ഥാനിലെത്തുകയും തങ്ങളുടെ നിലപാടുകൾ എഴുതി പാക് പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്തു. 3 കാര്യങ്ങളാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ആക്രമണം അവസാനിപ്പിക്കണം, ഹോർമൂസ് കടലിടുക്കിലെ പ്രതിരോധം പിൻവലിക്കണം, സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജം ഉപയോഗിക്കാൻ അനുവദിക്കണം. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ചർച്ചയ്ക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കണം എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ലോകരാഷ്ട്രങ്ങളും ഇതാണ് ആവശ്യപ്പെടുന്നത്. ഇതിന്മേൽ ട്രംപിൻ്റെ പ്രതികരണം അറിവായിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിനെ തടഞ്ഞുവച്ച് വിലപേശൽ നടത്തുന്നതിനെ ഖത്തർ അപലപിച്ചിട്ടുണ്ട്. ഇറാനെ വരുതിയിലാക്കാനുള്ള ട്രംപിൻ്റെ നീക്കം ലോകത്തെ മുഴുവൻ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മരിച്ചുപോയ സഹോദരിയുടെ അസ്ഥികൂടവുമായി അസമിലെ ഒരു ബാങ്കിലെത്തിയ ആദിവാസിയുടെ വാർത്ത ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല BBC അടക്കമുള്ള വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ സഹോദരി മരിക്കുന്നതിന് മുമ്പ് പശുക്കളെ വിറ്റുകിട്ടിയ പണം ബാങ്കിൽ നിക്ഷേപിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം സഹോദരൻ ബാങ്കിലെത്തി സഹോദരിയുടെ അക്കൗണ്ടിലുള്ള പണം ആവശ്യപ്പെട്ടു. പല പ്രാവശ്യം ബാങ്ക് സന്ദർശിച്ചിട്ടും മരണ സർട്ടിഫിക്കറ്റ്, അവകാശിയാണെന്ന് തെളിയിക്കുന്ന രേഖ തുടങ്ങിയ പ്രമാണങ്ങൾ ഹാജരാകാത്തതുകൊണ്ട് പണം ലഭിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് മരിച്ചു എന്ന് തെളിയിക്കാനായി സഹോദരിയുടെ അസ്ഥികൂടവുമായി ഇദ്ദേഹം ബാങ്കിൽ എത്തിയത്. ഇവിടെ ആരാണ് ഇതിന് ഉത്തരവാദി എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. എന്നാൽ വിവാദമായപ്പോൾ പണം നൽകി എന്നാണ് ബാങ്ക് അവകാശപ്പെടുന്നത്. കേവലം 20,000-ൽ താഴെ മാത്രം വരുന്ന ഒരു തുക പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിനുണ്ടായ മാനക്കേട് വളരെ വലുതാണ്. സ്ത്രീയുടെ സമ്മതം കൂടാതെയുള്ള ലൈംഗിക ബന്ധത്തെ ബലാത്സംഗമായി പരിഗണിക്കുന്ന രീതിയിൽ നിയമങ്ങൾ തിരുത്താൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു. 27 രാജ്യങ്ങളിൽ 21 രാജ്യങ്ങളും ഈ നിർദ്ദേശത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. അധികം താമസിയാതെ ഇത് യൂറോപ്പിൻ്റെ നിയമമാകും. ലൈംഗികാതിക്രമ കേസുകൾ കോടതിയിലെത്തുമ്പോൾ ഇരകളായ സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാണ് ഇങ്ങനെ ഒരു ഭേദഗതി. ബലപ്രയോഗം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കേണ്ടത് ഇന്ന് പല രാജ്യങ്ങളിലും പരാതിക്കാരുടെ ബാധ്യതയാണ്. മയക്കുമരുന്നിനടിമയായതുകൊണ്ടോ ജീവന് ഭീഷണി നേരിടുന്നത് കൊണ്ടോ അതിക്രമങ്ങളെ എതിർക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇത്
പരിഗണിക്കാത്തതുമൂലം കോടതി പ്രതികളെ പലപ്പോഴും കുറ്റവിമുക്തരാക്കുന്നു. ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും ഇരകളെ സംരക്ഷിക്കാനും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനുമാണ് നിയമം ഭേദഗതി ചെയ്യുന്നത്. സ്ത്രീകളോടുള്ള കരുതലും കരുണയും പ്രതിഫലിക്കുന്നതാണ് ഈ നിയമ ഭേദഗതി. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം തങ്ങളുടെ രക്ഷകന്റെ സ്ഥാനമാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ അമേരിക്കയ്ക്കു നൽകിയിരുന്നത്. ട്രംപിൻ്റെ പല നടപടികളും അംഗീകരിക്കാൻ പല രാജ്യങ്ങൾക്കും കഴിയുന്നില്ല. ഇറാനുമായുള്ള ചർച്ചയിൽ ട്രംപിൻ്റെ നിലപാടിനെ ജർമ്മനിയുടെ ചാൻസലർ നിശിതമായി വിമർശിച്ചു. ജർമ്മനിയിലെ അമേരിക്കൻ സൈനികരെ ഉടൻ പിൻവലിക്കും എന്ന് ട്രംപ് ചാൻസലറെ ഭീഷണിപ്പെടുത്തി. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്കയെ സഹായിക്കാത്ത സ്പെയിനിനും ഇറ്റലിക്കും നേരെ ട്രംപ് ഇതേ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. മധ്യേഷ്യയിലെ രാജ്യങ്ങളും അമേരിക്കയെ തങ്ങളുടെ സംരക്ഷകനായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇറാന്റെ ആക്രമണത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ അമേരിക്കയ്ക്കു കഴിഞ്ഞില്ല എന്നാണ് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. ഇറാനുമായുള്ള യുദ്ധം മൂലം യൂറോപ്പിൽ മാത്രമല്ല പശ്ചിമേഷ്യയിലും അമേരിക്ക ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും പിന്മാറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തീരുമാനിച്ചു. വില നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി എണ്ണ ഉൽപ്പാദനം ക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1960-ലാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന 5 രാജ്യങ്ങൾ ചേർന്ന് ഒപെക്കിന് രൂപം നൽകിയത്. എണ്ണയുൽപാദനത്തിന്മേലുള്ള നിയന്ത്രണം തങ്ങളുടെ രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിനെതിരാണ് എന്നാണ് UAEയുടെ വിശദീകരണം. ഈ പിന്മാറ്റത്തോടെ UAE എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രാജ്യത്ത് നിന്നും ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ. തന്നെയുമല്ല, നമ്മുടെ നാണയത്തിൽ ഇടപാട് നടത്താനും UAE അനുവദിക്കുന്നു എന്ന നേട്ടവുമുണ്ട്. UAEയുടെ തീരുമാനം ഇന്ത്യയെപ്പോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാക്കും. ഇറാനിൻ്റെ ആവശ്യങ്ങളോട് ഇതുവരെ പരസ്യമായി ട്രംപ് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലെ ബ്ലോക്കേഡ് തുടരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബ്ലോക്കേഡ് ഇറാനെ തകർക്കുമെന്ന് ട്രംപ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് തങ്ങളെ ബാധിക്കില്ല എന്നാണ് ഇറാനിൻ്റെ പ്രതികരണം. ഈ നില തുടർന്നാൽ സൈനിക നടപടിയിലേക്ക് പോകുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക ഇറാൻ ചർച്ചകൾ നിലച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇത്രയധികം വർധനവ് ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ ആഭ്യന്തര വിപണിയിലും അഭൂതപൂർവമായ വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇരുകൂട്ടരും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യുദ്ധത്തെ തുടർന്ന് ഇറാന്റെ എണ്ണ വ്യാപാരം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചു. എണ്ണ ഉൽപ്പാദനം തുടരുന്നു എങ്കിലും സംഭരണശേഷി പൂർണ്ണമായി എന്നാണ് റിപ്പോർട്ട്. യുദ്ധം ഉണ്ടായാൽ യുദ്ധത്തിലെ കെടുതികൾക്കൊപ്പം ഇറാന് വലിയ സാമ്പത്തിക തകർച്ചയും ഉണ്ടാകും. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.